വസ്തുതാവിരുദ്ധ വാർത്തയുമായി മലയാള മനോരമ. സ്ത്രീ സുരക്ഷാ പദ്ധതിക്കെതിരെയാണ് മനോരമ വസ്തുതാവിരുദ്ധമായ വാർത്ത നൽകിയത്. പദ്ധതിക്കായുള്ള അപേക്ഷ സ്വീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞെന്നാണ് മനോരമയുടെ വാർത്ത. പദ്ധതിക്കുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിനെതിരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് UDF പരാതി നൽകിയിരുന്നു. പിന്നാലെയാണ് UDFന് കുടപിടിച്ച് വസ്തുത അന്വേഷിക്കാതെ മനോരമ വാർത്ത നൽകിയത്. ഒക്ടോബർ 29 ചേർന്ന മന്ത്രിസഭാ യോഗമാണ് LDF പ്രകടന പത്രികയിലുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത്. അന്നുതന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നവംബറിൽ പദ്ധതി നിലവിൽ വരുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. അതോടെ അസ്വസ്ഥരായ UDF നേതാക്കൾ പദ്ധതിക്കെതിരെ രംഗത്തെത്തുകയായിരുന്നു. അതിന്റെ തുടർച്ചയായാണ് പദ്ധതിക്കുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിനെതിരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് UDF പരാതി നൽകിയത്. UDFന് കുടപിടിച്ച വസ്തുത അന്വേഷിക്കാതെ അപേക്ഷ സ്വീകരിക്കുന്നത് കമ്മീഷൻ തടഞ്ഞതായി മനോരമ വാർത്തയും നൽകി. എന്നാൽ കമ്മീഷൻ ഇത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും നിലവിൽ അപേക്ഷ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടില്ലെന്നുമെന്നതാണ് വസ്തുത. പുതിയ പെൻഷൻ പദ്ധതി എന്ന നിലയിൽ അപേക്ഷ സ്വീകരിക്കാനുള്ള സംവിധാനം ഉടനെ ആരംഭിക്കും. നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതിയായതിനാൽ അപേക്ഷ സ്വീകരിക്കുന്നത് കമ്മീഷന് വിലക്കാനാകില്ല. സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ് വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ 35നും 60നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ധനസഹായം. നേരത്തെ കോവിഡ് കാലത്തും ജനക്ഷേമ പദ്ധതികൾ മുടക്കാൻ UDF രംഗത്തെത്തിയിരുന്നു. സർക്കാർ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുന്നത് തടയാനും UDF ശ്രമിച്ചതാണ്. പതിവ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിനെ കൈക്കൂലി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിശേഷിപ്പിച്ചത്. അതിന്റെ തുടർച്ചയായാണ് നിർധനരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം നൽകാനുള്ള സ്ത്രീ സുരക്ഷാ പദ്ധതിക്കും കോൺഗ്രസ് തുരങ്കം സൃഷ്ടിക്കുന്നത്. കോൺഗ്രസിന്റെ ഇത്തരം പ്രവൃത്തികൾക്ക് മനോരമയും കുടപിടിച്ച ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.